ധനവർദ്ധനവിന് ഉതകുന്ന പല പരിഹാര കർമ്മങ്ങളെക്കുറിച്ചും നേരത്തെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓരോ കർമ്മവും ചെയ്യുന്നതിലൂടെ ധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പണത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ ഓർമ്മ നമ്മളിലേക്ക് കടന്നു വരികയും ധനം നേടണമെന്ന ഈ ഒരു ചിന്ത നമ്മിൽ അധികരിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ പോലും അറിയാതെ ആ ഒരു ധനം നേടുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് പല വഴികളും കണ്ടെത്തി അത് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നതാണ്. മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും. നമ്മുടെ എല്ലാം മനസ്സിൽ നമുക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത മഹാശക്തികൾ മറഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, പറയുന്ന കർമ്മം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അതിലൂടെ വലിയ അളവിൽ സാമ്പത്തിക നേട്ടവും വർധനവും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതാണ്. പണം അല്ലെങ്കിൽ ധനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് ഞാൻ പറയാതെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെ? ദിനംതോറും ജീവിക്കുന്നതിന് വേണ്ടുന്ന ആ ഒരു ധനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല ജോലികളിലേക്കും പല പ്രവർത്തനങ്ങളിലേക്കും ഇടപെടുന്നത്. ഇങ്ങനെ നമ്മുടെ കൈകളിലേക്ക് വരുന്ന ആ ഒരു ധനം പാഴ്ചെലവുകളിലൂടെ നമ്മിൽ നിന്ന് മടങ്ങി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമ്പാദ്യമായി അത് എക്കാലവും നമ്മിൽ തന്നെ നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ധനം നമ്മുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ട് പരിണമിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത്. മഹാലക്ഷ്മി 108 വസ്തുക്കളിൽ അല്ലെങ്കിൽ 108 ഇടങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതാണ് ഇതിനോടകം നമുക്ക് അറിവുള്ളത്. മഹാലക്ഷ്മിയാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗൃഹത്തിന്റെ സാമ്പത്തിക നിലയെ ത്വരിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന ദേവത എന്നത്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഏതൊരു വ്യക്തിയിലാണോ ധാരാളമായിട്ടുള്ളത്, ഏതൊരു കുടുംബത്തിലാണോ ധാരാളമായിട്ടുള്ളത്, ആ ഒരു വ്യക്തിയിലേക്കും കുടുംബത്തിലേക്കും സമ്പത്തിന്റെ ഒഴുക്ക് അനായാസം സുഗമമായി ഉണ്ടാകുന്നതാണ്. അവിടം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുകയും ജീവിത വിജയം കൈവരിക്കാൻ നമ്മെ അത് സഹായിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ലക്ഷ്മി ദേവിയുടെ വാസം അല്ലെങ്കിൽ സാന്നിധ്യം എവിടെയാണോ ഇല്ലാത്തത് അവിടെ മൂദേവിയും തന്റെ പരിവാരങ്ങളും കയ്യേറി വാസം ചെയ്യുകയും രോഗദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, പ്രാരാബ്ദങ്ങൾ എന്നിവ കൊണ്ട് അവിടെ മുടിയുന്നതുമാണ്. ലക്ഷ്മി ദേവി വസിക്കുന്ന 108 വസ്തുക്കളിൽ ഒരു വസ്തുവെങ്കിലും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ലക്ഷ്മി ചൈതന്യം വർദ്ധിക്കുന്നതിനും അത് നമ്മുടെ സമ്പത്ത്, ധനം, പേര്, പെരുമ, പ്രശസ്തി ഇതൊക്കെ തന്നെ നമുക്ക് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ ലക്ഷ്മി ദേവി വസിക്കുന്ന അനവധി ഭാഗങ്ങൾ നമ്മുടെ ഗൃഹത്തിലുണ്ട്. അത്തരത്തിലുള്ള ഒന്നാണ് നമ്മുടെ ഗൃഹത്തിലെ അരിപ്പാത്രം. ഗൃഹത്തിന്റെ പ്രധാന വാതിൽ അല്ലെങ്കിൽ കന്നിമൂല, പൂജാമുറി, അഗ്നിമൂല, ഈശാനമൂല, അലമാര, പേഴ്സ്, ആഭരണപ്പെട്ടി, ധാന്യങ്ങൾ നിറച്ചിട്ടുള്ള പെട്ടി, ഉപ്പുപാത്രം, നിലവിളക്ക്, അങ്ങനെ പല പല ഇടങ്ങളിൽ ഒരു ഗൃഹത്തിൽ ലക്ഷ്മി ദേവി വസിക്കുന്നുണ്ട്. ദേവിയുടെ സാന്നിധ്യമുള്ള ഈ വസ്തുക്കളെ ഒക്കെ തന്നെ പവിത്രമായി കാണുകയും അതിനൊരു ബഹുമാനം നൽകുകയും ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ സൂക്ഷിക്കുകയുമാണെങ്കിൽ അത് ലക്ഷ്മി ഭഗവതിയെ സന്തോഷിപ്പിക്കുകയും നിത്യം നമ്മുടെ ഗൃഹത്തിൽ വാഴാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് ലക്ഷ്മി ദേവി സർവ്വസമ്പൽ സൗഭാഗ്യം തന്ന് അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ സദാ വിരാജിക്കുന്നതിന് ഇടവരുത്തുകയും ചെയ്യും എന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു 3 വസ്തുക്കൾ, അത് മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ള 3 വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവി വാഴുന്ന അരിപ്പാത്രത്തിൽ നമ്മൾ മറച്ചു വയ്ക്കുമെങ്കിലും അങ്ങനെ നമ്മൾ മറച്ചു വയ്ക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ സാന്നിധ്യം ഉണ്ടാകുകയും ഇത് സാമ്പത്തികമായ വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഉയർച്ച നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നതാണ്. അതുമാത്രമല്ല, ക്രമേണ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം, ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ച, ദൈവാധീനം, ഭാഗ്യ അനുഭവങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് നൽകി ഭഗവതി അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവി വസിക്കുന്ന മറ്റ് അനവധി വസ്തുക്കളും പവിത്രമായി സൂക്ഷിക്കുന്നത് പോലെ അരിപ്പാത്രവും വളരെ പവിത്രമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ഗൃഹത്തിലെ ഓരോ അംഗത്തിന്റെയും
ആരോഗ്യം ഈ അരിപാത്രത്തിൽ നിന്ന് അളന്നെടുക്കുന്ന അരി അത് പാകം ചെയ്ത് ഭക്ഷണമായി മാറുന്നതിലൂടെയാണ്. അങ്ങനെയല്ലേ? അതുകൊണ്ട് തന്നെ അരിപാത്രം അന്നപൂർണ ദേവിയുടെ അല്ലെങ്കിൽ അന്നലക്ഷ്മി ദേവിയുടെ, മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള വസ്തുവാണ്. ഇങ്ങനെ മഹാലക്ഷ്മി വസിക്കുന്ന ഒരു അരിപാത്രത്തിൽ ആ ഒരു ചൈതന്യത്തെ നമുക്ക് കൂടുതൽ ജ്വലിപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ നിലവിലുള്ള സാമ്പത്തിക നിലയിൽ ഒരു വൻ വർധനവ് തന്നെ വരുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പല ഗ്രഹങ്ങളിലും അരി സൂക്ഷിക്കുന്ന ഈ ഒരു പാത്രത്തിൽ ചിലയിടങ്ങളിൽ നെല്ലായിട്ട് സൂക്ഷിക്കുമ്പോൾ പത്തായങ്ങളിലാണ് സൂക്ഷിക്കുക. അവിടെ ചന്ദനം അതുപോലെ കുങ്കുമം ഇതൊക്കെ കൊണ്ട് തിലകം തൊടുന്നത് ആ ഒരു ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലൂടെ ധനധാന്യ വർധനവ്, ഗൃഹ ഐശ്വര്യം ഇതെല്ലാം നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നതിന് വേണ്ടിയിട്ടാണ്. അരിപാത്രം എപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുമ്പോൾ ഒരു പീഠം അല്ലെങ്കിൽ ഒരു ചെറിയ തടിക്കഷ്ണമെങ്കിലും വച്ച് അതിനു മുകളിൽ വേണം നമ്മൾ അരിപാത്രം സ്ഥാപിക്കുവാൻ. അതിനൊരു മഹനീയ സ്ഥാനം, ഒരല്പം ഉയർന്ന ഒരു സ്ഥാനം നമ്മൾ എപ്പോഴും നൽകേണ്ടതാണ്. അല്ലാണ്ട് വെറും നിലത്ത് വച്ചിട്ട് അതിനെ നമ്മൾ ആദരിക്കാതിരിക്കരുത്. അങ്ങനെ അതിനൊരു മഹനീയ സ്ഥാനം കൽപ്പിക്കുന്നതിലൂടെ തന്നെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യവും അനുഗ്രഹവും നമുക്ക് കൂടുതലായിട്ട് വന്നു ചേരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം കൂടി നമ്മൾ ഒന്ന് ചെയ്താൽ സമ്പത്ത് പല മടങ്ങ് അധികരിക്കുന്നതിന് അതൊരു കാരണമായി മാറും. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചെറിയ ഒരു കഷ്ണം മഞ്ഞ തുണിയാണ്. മഞ്ഞ നിറത്തിലുള്ള തുണി ലക്ഷ്മി ഭഗവതിക്ക് വളരെ വിശേഷമാർന്ന ഒന്നാണ്. ഭഗവതി മഞ്ഞ പട്ടാണ് ധരിക്കുന്നത്. സാധാരണ ഒരു ബ്ലൗസ് പീസിനോ മറ്റോ ഒക്കെ നമ്മൾ വേണ്ടിയിട്ട് മുറിച്ചെടുത്തതിൻ്റെ ബാക്കി വൃത്തിയുള്ള തുണി, ആ തുണിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കർമ്മം ചെയ്യാവുന്നതാണ്. ഇനി ഇല്ല എങ്കിൽ വെളുത്ത തുണി ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അലക്കിയ കോടിമുണ്ട് ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു കഷ്ണം എടുത്ത് മഞ്ഞൾ അരച്ച് ആ മഞ്ഞൾ നീരിൽ ഇത് മുക്കിയ ശേഷം ഉണക്കി ഉപയോഗിക്കാവുന്നതാണ്. അലക്കാതെയുള്ള പഴകിയ വസ്ത്രങ്ങളിൽ ഒരിക്കലും ഈ ഒരു കർമ്മം ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുള്ള ആ ഒരു ശീലയിലേക്ക് അല്ലെങ്കിൽ തുണിയിലേക്ക് അടുത്തതായിട്ട് വെക്കേണ്ടത് ഒരു കഷ്ണം മഞ്ഞളാണ്. മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഉണങ്ങിയ മഞ്ഞളാണ് വയ്ക്കേണ്ടത്. മഞ്ഞൾ എന്ന് പറയുമ്പോൾ അത് ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമായ ഒരു വസ്തുവാണ്. പൂജാമുറിയിൽ ലക്ഷ്മി വാസം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ട് തൊട്ടേ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരു കഷ്ണം മഞ്ഞൾ എങ്കിലും എപ്പോഴും പൂജാമുറിയിൽ സൂക്ഷിച്ചിരിക്കും. അപ്പോൾ അത് മഹാലക്ഷ്മിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മംഗള വസ്തുവാണ്. ഇനി രണ്ടാമതായിട്ട് ഒരു 3 ഏലയ്ക്ക കൂടി നമുക്ക് ആവശ്യമാണ്. ഏലയ്ക്ക എന്ന് പറയുന്നത് പച്ച നിറത്തോടു കൂടിയ, അതായത് ഉണങ്ങിയത് തന്നെയാണ്, പക്ഷേ ഒരല്പം പച്ച നിറത്തോട് കൂടിയിരിക്കുന്ന ഒരു ഏലക്കയാണ് അതിവിശേഷമായിട്ടുള്ളത്. കേടുപാടുകൾ ഇല്ലാത്തതായിരിക്കണം. പൊട്ടി വിത്ത് പുറത്തു വന്നതായിരിക്കാൻ പാടില്ല. അപ്പോൾ അതും നമുക്ക് ആവശ്യമാണ്. പൊതുവിൽ സുഗന്ധദ്രവ്യങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജന വസ്തുക്കളിലൊക്കെ തന്നെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട്. ഏലക്കായിലുമുണ്ട്. മഹാലക്ഷ്മിക്ക് സുഗന്ധിപ്രിയ എന്നൊരു പേരുണ്ട്. സുഗന്ധത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവളാണ് മഹാലക്ഷ്മി. എന്നാൽ ലക്ഷ്മി ദേവിക്ക് ഭയമുള്ള ഒരു വാസനയാണ് ദുർഗന്ധം. ദുർഗന്ധം ഉള്ളിടത്ത് ലക്ഷ്മി ദേവി ഒരിക്കലും വസിക്കുകയില്ല. എന്നാൽ ഈ ദുർഗന്ധം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ദേവതയുണ്ട്. അത് ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠത്തെയായിട്ടുള്ള ജ്യേഷ്ഠ ഭഗവതിയാണ്, അല്ലെങ്കിൽ മൂദേവിയാണ്. എന്നാൽ മൂദേവിക്കാകട്ടെ സുഗന്ധം തെല്ലും ഇഷ്ടമല്ല. സുഗന്ധമുള്ളിടത്ത് മൂദേവി ഒരു നിമിഷം പോലും നിൽക്കില്ല. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് 1 രൂപയുടെ 5 കോയിനുകൾ. നാണയം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ മഹാലക്ഷ്മിയുടെ സ്വരൂപമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം 1-ാം തീയതികളിലും നമ്മൾ 1 രൂപ കൈനീട്ടം നമ്മുടെ ഗൃഹത്തിലുള്ളവർക്കും മറ്റുമൊക്കെ കൊടുക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നമ്മൾ സംഭാവന കൊടുക്കുമ്പോഴും ദക്ഷിണ കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ 1 രൂപ കൂടി അധികം കൊടുക്കുമല്ലോ. അപ്പോൾ അതൊരു ലക്ഷ്മി പ്രതീകമായിട്ടാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ടാണ് മൂല്യത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് 1 രൂപയാണല്ലോ. ഇങ്ങനെയുള്ള അനേകം 1 രൂപകൾ ചേരുമ്പോഴാണ് കോടിക്കണക്കിന് രൂപയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുള്ള 3 വസ്തുക്കളും ഈ ശീലയിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ തുണിയിൽ പൊതിഞ്ഞ് ഒരു കിഴി പോലെ കെട്ടിയതിന് ശേഷം നമ്മുടെ അരിപ്പാത്രത്തിൽ ആരും കാണാത്ത രീതിയിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിനകത്തേക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ്. ഓരോ തവണയും അരി എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് പൊങ്ങി വന്നേക്കാം. അപ്പോൾ നമ്മൾ അരി അളന്നെടുത്ത ശേഷം ഇതിന് വീണ്ടും ഒരു ചെറിയ കുഴി അരിക്കുള്ളിലേക്ക് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് താഴ്ത്തി വയ്ക്കാവുന്നതാണ്.
അപ്പോൾ ഇത് എന്നാണ് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ചകളിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിൽ അല്ലെങ്കിൽ പൗർണമി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ വലുതായി വരുന്ന 15 ദിവസത്തിനിടയിൽ അല്ലെങ്കിൽ വെളുത്ത വാവ് വരെയുള്ള ആ ദിവസങ്ങൾക്കിടയിൽ വരുന്ന ചൊവ്വ വെള്ളി ദിവസങ്ങൾ ആണെങ്കിൽ അതിശ്രേഷ്ഠമാണ്. ലക്ഷ്മി ദേവിക്ക് അന്ന് ബ്രഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ സായം സന്ധ്യയിലോ വിളക്ക് തെളിയിച്ച്, കഴിയുമെങ്കിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥനയോടുകൂടി ആ ദേവിയുടെ സമക്ഷം വെച്ച് നമ്മൾ ഇത് തയ്യാറാക്കിയിട്ട് പ്രാർത്ഥിച്ച്, ദേവി സർവസമ്പൽ സൗഭാഗ്യവും അവിടുന്ന് നമുക്ക് നൽകണമേ, സദാ ഞങ്ങൾക്കൊപ്പം വസിക്കണമേ, അത്രയും പ്രാർത്ഥിച്ചാൽ മതിയാകും. ശേഷം ഇതിനെ എടുത്ത് നമുക്ക് നമ്മുടെ അരിപ്പാത്രത്തിൽ കൊണ്ട് വയ്ക്കാവുന്നതാണ്. അടുക്കളയും അരിപ്പാത്രവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണല്ലോ. സ്ത്രീകൾ വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. ഈ കർമ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തുടർന്ന് ചെയ്യാവുന്നതാണ്. ഒരു മാസമോ 2 മാസമോ കഴിഞ്ഞതിന് ശേഷം ഈ കിഴി തുറന്നെടുത്ത് അതിലെ 1 രൂപ നാണയങ്ങൾ എല്ലാം നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ഏതൊരു ക്ഷേത്രമായിരുന്നാലും ആ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ വിളക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണിക്ക വഞ്ചിയിൽ നിക്ഷേപിച്ചതിന് ശേഷം മഞ്ഞൾ, ഏലക്കായ എന്നിവ നമുക്ക് വേണമെങ്കിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്കത് ചവിട്ടാത്ത ഇടങ്ങളിൽ നിക്ഷേപിക്കാം. ഈ ഒരു തുണി വീണ്ടും നമുക്ക് കഴുകി ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം. ഇല്ല എങ്കിൽ നമുക്ക് അത് ഉപേക്ഷിക്കുകയോ കത്തിച്ച് കളയുകയോ ചെയ്ത ശേഷം വീണ്ടും ആദ്യം മുതൽ നേരത്തെ പറഞ്ഞ പോലെ വൃത്തിയുള്ള ഒരു തുണി എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, സ്ത്രീകൾക്ക് ശാരീരിക അശുദ്ധി ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അരിപ്പാത്രത്തിൽ നിന്ന് അരി അളന്നെടുക്കാമോ? ധൈര്യസമേതം അളന്നെടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. വീണ്ടും ഇനിയൊരു സംശയം ഉണ്ടാകാം, അങ്ങനെ അളന്നെടുക്കുമെങ്കിൽ ഇതിൽ വച്ചിരിക്കുന്ന നാണയം നമുക്ക് ക്ഷേത്രത്തിൽ പിന്നീട് കൊണ്ട് സമർപ്പിക്കാമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ട് സമർപ്പിക്കാം. പക്ഷേ നമ്മൾ ആ കൊണ്ടുപോകുന്നതിന് മുൻപ് ഈ നാണയങ്ങൾ കഴുകി ശുദ്ധത വരുത്തിയതിന് ശേഷം മാത്രം കാണിക്ക വഞ്ചിയിൽ നിക്ഷേപിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു കർമ്മം ചെയ്തിരുന്നാലും ചെയ്യാതെ ആയിരുന്നാലും ക്ഷേത്രത്തിലേക്ക് നമ്മൾ നാണയം കൊണ്ടിടുമ്പോൾ അത് കഴുകി ശുദ്ധമാക്കിയതിന് ശേഷമേ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടിടാവൂ. അതുപോലെ തന്നെ ഈ ഒരു കിഴി നമുക്ക് എന്നെടുത്ത് മാറ്റാം. അതിന് പ്രത്യേക ദിവസം ഒന്നുമില്ല, ഏത് ദിവസവും നമുക്ക് ഇതിനെ എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സ്ത്രീകളുടെ കയ്യിൽ ധനവരവിനും ധനം നിൽക്കുന്നതിനും വേണ്ടിയിട്ട് സ്ത്രീകൾ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലെ വീട്ടമ്മമാരൊക്കെ അനുഷ്ഠിക്കാവുന്ന അതീവ ഫലപ്രദമായ ഒരു മാർഗമാണ് ഇത്. ചെയ്തു നോക്കുക. ശേഷം നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.